Yes, I'm Muslim. It was at this moment that he knew he fucked up. നമസ്കാരം. മലയാളം അറിയാം, ഓർമ്മ ഉണ്ട്. എന്തൊക്കെ? 50 കൊല്ലം. ഈ 50 കൊല്ലത്തിന്റെ ഇടയിൽ നാട്ടിലോട്ട് പോയിട്ടുണ്ടോ? എന്റെ തങ്കത്തിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂവുകൾ. Shalom. No, hey bro, you going this way? Tudaraba. ബവാകാശ. ഇതാണ് ഇവരുടെ സെറ്റിൽമെന്റിന്റെ എൻട്രി. വാവ്, നൈസ് കളർ, നൈസ് ദിസ് വൺ. താങ്ക് യു ഗോഡ്. ഇതാ നമ്മുടെ ബർഷേവയിലോട്ടാണ്. യു ബർഷേവ? നിയർ ബൈ. One stop and Okay. going to here to there and to go. Okay, no problem. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ പുള്ളിക്കാരൻ. പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ഒരു മുസ്ലിം വില്ലേജ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ ഇസ്രായേലീസിന് എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്. ഇവിടെ ഇസ്രായേലീസിന് പോകാൻ പറ്റില്ല. ഇവിടെ ഉള്ള ആളുകൾ ഞാൻ കണ്ടത് കേട്ടോ. അതായത് ചെക്ക് പോയിന്റുകൾ ധാരാളം ഇവർക്കുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ സ്ഥലങ്ങളിലോട്ട് പോകാൻ തന്നെ അവിടെ ഒരു സ്ഥലത്ത് ചെക്ക് പോയിന്റ് കാറുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന വഴിയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ അവരുടെ ഒലിവ് പാടങ്ങളാണ് ഇവിടുത്തെ ആളുകളുടെ. ഇത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയാൽ നമ്മുടെ ഡെഡ് സീ ആണ് കേട്ടോ. ആ ഒരു ഭാഗത്താണ് നമ്മുടെ ചെങ്കടൽ എന്ന് പറയുന്നത്. റെഡ് സീ എന്ന് പറയുന്നത്. ചെങ്കടലല്ല, ഡെഡ് സീ ആണ്. ആ കാണുന്നത് നമ്മുടെ ഒരു ഇസ്രായേലി വില്ലേജ് ആണ് കേട്ടോ. ആ കാണുന്നത് നമ്മുടെ. അതേസമയം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ആളുകളുടെ സ്ഥലങ്ങളാണ്. പുള്ളിക്കാരെ എന്തോ പ്രാർത്ഥിക്കുകയാണ്. שירה מעלות ממעמקים קראתיך אדוני שמעה בקולי תהיינה אוזניך קשובות לכל תחלומה עם עוונות תשמור יא אדוני מי יעמוד כי ממך אסליך למען דברי קיוויתי אדוני קיווית נפשי דברך כי נפשי לאדוני שומעים לבוקר תהל ישראל אדוני כי אדוני חסד ורבים ופדות והוא יפדה את ישראל מכל עוונותיו כי אדוננו מורנו ורבנו מלך המשיח לא ילמבורד. תודה רבה. പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചതാണ്. പുള്ളിക്കാരൻ why you pray? Because Judean desert? I'm going to derech. I driving. You know what it happened? It's save me. വണ്ടി ഓട്ടിക്കുന്നതാണ്. അപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പ്രാർത്ഥന, മനസ്സിലായില്ല? അതാണ് കേട്ടോ പുള്ളിക്കാരൻ ചൊല്ലിയത്. പുള്ളിക്കാരൻ്റെ തൊപ്പിയൊക്കെ ഇവിടെ ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. പുള്ളിക്കാരൻ പ്രകൃതി സ്നേഹിയാണെന്ന് തോന്നുന്നു. പ്രകൃതിയുമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഫുള്ള് വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരൻ മരിക്കുന്ന സംഭവം പോലും ഇപ്പൊ പ്രകൃതിയുമായിട്ടുള്ള എന്തോ ബന്ധപ്പെട്ടാണ്. പുള്ളിക്കാരൻ എന്തോ അയ്യോ. ഗോഡ് ബ്ലസ് യു. തുദാറാബ. പുള്ളിക്കാരൻ പ്രകൃതി സ്നേഹിയാണ്. ബൈ. പ്രകൃതി സ്നേഹിയാണ്. ഫുള്ള് പുകയും ഇതും. ഈ കാണുന്നത് വേറൊരു വില്ലേജ് ആണ് കേട്ടോ. വേറൊരു സെറ്റിൽമെന്റ് ആണ്. അവിടെ ഫുള്ള് കണ്ടോ ചെക്ക് പോയിന്റ് ആണ് കേട്ടോ. അവിടെ ചെക്ക് പോയിന്റ് ആണ്. അതായത് മറ്റുള്ളവർക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് കുഴപ്പമില്ല, ഞാൻ വിദേശിയായതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റും. പലസ്തീൻ ആളുകൾക്കൊന്നും പോകാൻ പറ്റില്ല. ഞാനിനി ഹിച്ചയ്ക്കാൻ വേണ്ടി പോവാണ് ഡെസേർട്ടിൽ. ഇതാണ് നമ്മുടെ ജൂദിയൻ ഡെസേർട്ട് എന്ന് കേട്ടിട്ടില്ല? അതാണ്. അടുത്ത ലിഫ്റ്റ് ഓടാൻ തന്നെ എനിക്ക് കിട്ടി. പുള്ളിയാണ് കേട്ടോ എനിക്ക് അടിപൊളി ഒരു ലിഫ്റ്റ് തന്നത്. Your kippah is so nice. Yeah, thank you very much. Thank you so much. It's called Bat Ain Kippah. Bat Ain Kippah. It's a place that there are many special people and free people. It's like a village that build houses all over the mountain. Oh, okay. Nice place. Should nice. come visit. Yeah, sure. Thanks. So this is Susia. Yeah. ഇതാണ് കേട്ടോ നമ്മുടെ സുസിയ എന്ന് പറയുന്ന ഒരു വില്ലേജ് ആണ്. സെറ്റിൽമെന്റ് ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. Peru? Peru, no Hebrew, only Tudaraba. No. Tudaraba is thank you. Thank you. You? India. 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 Where from? Kerala.
Kerala. Kerala, south. Mahin, no, I don't know the meaning. You wanna say hi? Hello. Tudaraba. Welcome to Matos Yehuda checkpoint. നമ്മൾ അടുത്തൊരു pro. This. ഇവരായതുകൊണ്ട് സിമ്പിൾ, only Ahlan. Alan. Here it's not. It's Yatir. It's Yishuv. Shoe. Israeli. They're Israeli. ഇനി പോയിട്ടാണ് നമ്മുടെ ഇസ്രായേലി ബോർഡർ വരുന്നത്. ഇപ്പോഴും നമ്മൾ ഇസ്രായേലിലോട്ട് എത്തിയിട്ടില്ല. ഇസ്രായേൽ കുറച്ച് കഴിഞ്ഞാൽ എത്തും കേട്ടോ. നമ്മളങ്ങനെ തിരിച്ച് ചെക്ക് പോയിന്റ് കഴിഞ്ഞ് ഇസ്രായേലിലോട്ട് തിരികെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജൂദിയൻ ഡെസേർട്ട്. എൻ്റെ അമ്മോ, ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ നാടോടി ആളുകളാണ്, അതായത് അറബ്സ് ആണ് കേട്ടോ, മുസ്ലിംസ് ആണ്. ഈ കാണുന്ന ആളുകളെല്ലാം ഇവിടുത്തെ നാടോടികളാണ് കേട്ടോ, ഇവിടുത്തെ മരുഭൂമിയിലെ ആളുകള്. Tudaraba. Thank you. Thank you so much. പുള്ളിക്കാരൻ എനിക്ക് ഓറഞ്ച് ഒക്കെ തന്നു. എനിക്ക് തോന്നി ഭയങ്കര നല്ലൊരു മനുഷ്യൻ കേട്ടോ. ഞാൻ ഇത്രയും നാളിൽ കണ്ട എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ. അടിപൊളി. പുള്ളിക്കാരൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. പക്ഷെ പുള്ളിക്കാരന് ഇംഗ്ലീഷും നല്ലപോലെ അറിഞ്ഞൂടാ, എനിക്ക് ഹിബ്രു അറിഞ്ഞൂടാ. കുറെ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് സംസാരിച്ചു. ബൈ. അപ്പോൾ ഞാൻ എൻ്റെ യാത്ര തുടങ്ങാണ്. പുള്ളിക്കാരൻ വേറെ ഒരു ഭാഗത്തോട്ട് പോവാണ്. ഞാൻ ബർഷേവ ഭാഗത്തോട്ട് ലിഫ്റ്റ് അടിക്കുന്നു. ഈ കാണുന്ന ഞാൻ ഇസ്രായേലിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ഇസ്രായേലിലാണ്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഹിച്ച് ഹൈക്കിങ്ങിന് ട്രാമ്പിംഗ് എന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. ഇവരുടെ ഭാഷയിൽ ട്രാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഹിച്ച് ഹൈക്കിംഗ് എന്നാണ് കേട്ടോ. അവിടെ വേണ്ട ഇവരുടെ യുദ്ധവിമാനങ്ങളൊക്കെ പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ ഗാസ വലിയ ദൂരമില്ല. താങ്ക് യു. Tudaraba. I'm from India. Are you from India? Yeah. Travel here? Huh? Travel here? Yeah, I'm traveling here. Yeah. Alone? Yes, alone. Now with you. Where are you coming from right now? Now I'm coming from Hebron. Hebron. But you Muslim? Yes, I'm Muslim. But I'm traveler. I'm not your enemy. It's okay. I love Jews. I'm traveling all India or around the world. Pakistan? Huh? You're from India or Pakistan? I'm from India, not Pakistan. Yeah. Yeah, אתה אמרת שאתה טוב באנגלית, דבר איתי. അവർ ഇന്ത്യ എന്ന് വിചാരിക്കുമ്പോൾ അവർ വിചാരിക്കും ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് കേട്ടോ. ഇവര് ഫിലിം ചെയ്യാൻ പറഞ്ഞു. വാട്ട്സ് യുവർ നെയിം? My name is Yoad, this is Dan. What is your name, bro? Dan. Gun. You Gun. have big gun. Are you in IDF? Yeah. What is this gun name? M4? Yeah. എന്നിട്ട് പുള്ളിക്കാരൻ മടിയിൽ തോക്കൊക്കെ വെച്ചിരിക്കുകയാണ്. What is your name? Yeah. നയ. നൈസ് ടു മീറ്റ് യു. ആണോ, ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. എല്ലാവരും ഫ്രണ്ട്ലി ആണ്. അവര് മുസ്ലിം ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെയാണ് കേട്ടോ. നൈസ്. ഞാൻ സിവിലൈസേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബർഷേവയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ പയ്യന്മാർ എനിക്ക് ഇവിടം വരെ കൊണ്ട് ലിഫ്റ്റ് തന്നു. ബാക്കി ഞാൻ നടക്കുവാണ്. ഇത് കണ്ടിട്ടൊരു പുതിയൊരു നഗരം പോലെയാണ് കേട്ടോ തോന്നുന്നത്. ഈ ഒരു ബർഷേവ എന്ന് പറയുന്നത് പുതിയൊരു സിറ്റി പോലെ തോന്നുന്നുണ്ട്. TCH. Here I go. This is from Ethiopia. Like from the Ethiopia. Addis Ababa. പുള്ളിക്കാരിയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഒന്ന് തുടക്കട്ടെ. ഭയങ്കര അഴുക്ക് കേട്ടോ. സോറി. പുള്ളിക്കാരിയാണ് എനിക്ക് ആക്ച്വലി ഇവിടുത്തെ വഴി പറഞ്ഞു തന്നത്. പുള്ളിക്കാരി എത്യോപ്യ എന്നാണ് കേട്ടോ. അതായത് പുള്ളിക്കാരി ജനിച്ചത് വളർന്നതെല്ലാം ഇവിടെയാണ്. ബട്ട് പാരൻസ് ഫ്രം എത്യോപ്യ. നൈസ് ടു മീറ്റ് യു. യു നോ അംഹാരിക്? Little bit. Salama. Salam. Yeah. They in Amharic, in Ethiopia, they say Salama. Salama? Yeah, they say Salama. It's the first time that I hear.
പുള്ളിക്കാരിക്ക് ഞാൻ എത്യോപ്യൻ ഭാഷ പഠിപ്പിച്ചു കൊടുക്കണേ. സലാം, ബട്ട് ഇൻ ദയർ in Addis Ababa they say salama. It's salam, but they say salama. I've never been there, so Yeah, it's okay. maybe it makes sense. One day, yeah. Yeah. Can say hi. What's your name? Hi, Hagit. Hagit. It's like yeah, It's a Hebrew name. it's even. What's the meaning in It's like a holiday. holiday? Kahit. Hagit. Kahit. Nice to meet you, Kahit. Hagit. Kahit. Okay, whatever. പുള്ളിക്കാരി നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക്സ് അലോട്ട്. തൂതറാബ. Bevakasha. ഞാനിനി എൻ്റെ ബർഷേവയിലെ ഹോസ്റ്റിൻ്റെ അടുത്തോട്ട് നടന്നു പോവുകയാണ്. ഞാനിപ്പോൾ നടന്നു പോകുന്ന വഴികളെല്ലാം ഇതെല്ലാം പഴയ വീടുകളാണ്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പണ്ടത്തെ അവിടെ LGBTQ ഫ്ലാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. പഴയ വീടുകളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. ഇസ്രായേലിൽ വന്നിട്ട് നമ്മുടെ ഓടിട്ട വീട് കണ്ടില്ല എന്ന് വേണ്ട, നമ്മുടെ ഓടിട്ട വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ കാണുന്ന ഒരു ചെറിയൊരു പാർക്കും ഒരു മൈതാനവും ഒക്കെയാണ്. Yeah, he's like all the way. Shalom. Shalom. Shalom, shalom. Okay, nice to meet you. I'm Levi. Nice to meet you too. How are you? I'm good. Okay. It's cold. ഇവിടെ ഉള്ള എല്ലാവർക്കും ഇതുപോലത്തെ ഉള്ള ബൈക്കാണല്ലോ. നൈസ് ബൈക്ക് ബ്രോ. Thank you. ഇത് ബാറ്ററിയിലാണ് കേട്ടോ. This is a battery, right? Yeah. Why you take it up? For the safety? Well, it's not be stolen. Take it with me to my... Otherwise people will take it? Yeah, the battery is easy to steal. Oh. It's worth as much as the bike is. So. ബാറ്ററി ആരെങ്കിലും കട്ടോണ്ട് പോകും. അതുകൊണ്ട് ബാറ്ററി എടുത്തിട്ട് ഇത് പൂട്ടിയിട്ട് വെച്ചിട്ട് വരുവാ. Hello. ഹലോ. വാട്ട്സ് അപ്പ് ബ്രോ? It's good. അപ്പൊ ലവി ആണ് കേട്ടോ എന്നെ ഹോസ്റ്റ് ചെയ്തത്. ലവി ആക്ച്വലി you move here when you were 8. Yes, not to Beersheba, but to Israel. Oh, okay. I'm new in Beersheba. New in I Beersheba. moved here 3 months ago to study. Oh, so before you were in Ashkelon? I was in Ashkelon, before that in another place. Oh, I okay. lived in Petah Tikva, in Tel Aviv, Oh. in Jerusalem. അതായത് ഇവർ ഓസ്ട്രേലിയയിൽ നിന്നാണ് പുള്ളിക്കാരൻ്റെ കുടുംബം ഇങ്ങോട്ട് ഇസ്രായേലിലോട്ട് വന്നത്. അന്ന് പുള്ളിക്കാരന് 8 വയസ്സുണ്ടായിരുന്നു. പുള്ളിക്കാരൻ 8 വയസ്സ് തൊട്ട് പിന്നെ ഇസ്രായേലിലാണ്. പല സ്ഥലങ്ങളായിട്ട് മാറി മാറിയാണ് ഇപ്പോൾ ഇവരുടെ കുടുംബം താമസിക്കുന്നത്. അഷ്കലോണിലാണ്. അഷ്കലോൺ ഈസ് നിയർ ടു ഗാസ. It's very close. ഇറ്റ്സ് വെരി ക്ലോസ്. ഗാസയ്ക്ക് അടുത്താണ് കേട്ടോ അഷ്കലോൺ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ധാരാളം മലയാളികളൊക്കെ ഇങ്ങനെ ഫാമിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ എന്നെ ഒരു ചേട്ടനും ചേച്ചിയോടെ എന്നെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. കുറേ പ്രാവശ്യം അവർ വിളിച്ചായിരുന്നു. നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ബസ് കയറിയിട്ട് പണ്ട് കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് കുടിയേറി വന്ന യഹൂദർ കുടിയേറി വന്ന ജ്യൂസ്. ഓക്കെ. കേരളത്തിൽ നിന്ന് പണ്ട് കുടിയേറി വന്ന ജ്യൂസ് ഇവിടെ ഉണ്ട്. അവരെ കൊച്ചിനി ജ്യൂസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മലബാർ ജ്യൂസ് എന്നും പറയാറുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരാൾ ഇവിടെ ഒരു മലയാളി കട നടത്തുന്നുണ്ട്. അത് ഞാൻ ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്, ഒരു മലയാളിയുടെ. അപ്പം ഞാനൊന്ന് അങ്ങോട്ട് പോവാണ്. അത് ഞാൻ എങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ആ വീഡിയോ തപ്പിയിട്ട് അതിൻ്റെ ഏതോ ഒരു ബോർഡ് തപ്പി. നേരത്തെ നമ്മുടെ എത്യോപ്യൻ പെൺകുട്ടിയെ കണ്ടില്ലേ, അപ്പോൾ ആ എത്യോപ്യൻ പെൺകുട്ടിയുടെ അടുത്ത് ആ ബോർഡ് വെച്ചിട്ട് എനിക്ക് ആ സ്ഥലം കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ സ്ഥലം കണ്ടു. പിന്നെ അവനും പറഞ്ഞോന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ കൂടെ പോവാണ് കേട്ടോ. ലെറ്റ്സ് ഗോ ടു ഫൈൻഡ് സം കൊച്ചിനി ജ്യൂസ് റൂട്ട് ഫ്രോം മൈ പ്ലേസ്. വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ബസ് ഇറങ്ങി ഇവിടുത്തെ മാർക്കറ്റ് ഏരിയയിലോട്ടാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ നമ്മുടെ മാർക്കറ്റ് ഏരിയ ആണ്. ഇവരുടെ ഷൂ ആണ്. ദീസ് ഓൾ ആർ മാർക്കറ്റ് റൈറ്റ്? ഷൂ. How many years you took to learn Hebrew? 10 years. 10 years. Very slow. 10 വർഷം എടുത്തു കേട്ടോ പുള്ളിക്കാരൻ ഹിബ്രു പഠിക്കാൻ വേണ്ടി. 10 years. So it's been only few years you know Hebrew. I knew Hebrew, but not properly. Properly, yeah. Fluent 10 years. Fluent 10 years. But I was learning for the 10 years. Oh. I knew little. ഇവിടെ ഈ രാജ്യത്ത്, അതായത് ഇസ്രായേലിൽ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നല്ലേ ആളുകൾ വരുന്നത്. അപ്പോൾ ഇവർക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഹിബ്രു പഠിക്കാനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ അവർ സൗജന്യമായിട്ട് തന്നെ ഇവർക്ക് വേണ്ടി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഇവർക്ക് ടാക്സിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ചില ആളുകൾക്ക് അമേരിക്കയിൽ ഒരു വലിയ ജൂയിഷ് ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ജൂയിഷ് ഓർഗനൈസേഷൻ ആണെങ്കിൽ കുറച്ച് കാശ് കൊടുക്കും അവർക്ക്. പിന്നെ അവരുടെ നാട്ടിൽ നിന്നെല്ലാം വിറ്റിട്ടൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് അവർ സെറ്റിൽ ആവുന്നത്. കറക്റ്റ്. ഒരു ബോറിംഗ് സിറ്റി ആണ് കേട്ടോ. ഈസ് ഇറ്റ് ബോറിംഗ് സിറ്റി ഫോർ യു? A little bit. ലിറ്റിൽ ബിറ്റ്. അവനാണ് കേട്ടോ എൻ്റെ അടുത്ത് ബോറിംഗ് സിറ്റി എന്ന് പറഞ്ഞത്. എനിക്കും ചെറുതായിട്ട് തോന്നുന്നു. യു സ്റ്റഡിങ് വിച്ച് what do you study? DevOps. It's technology. It's software engineering. Software engineering.
ഇവിടെ ആക്ച്വലി ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് അവൻ പഠിക്കുന്നത്. ഇവിടെ ധാരാളം കുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റുഡൻസിന്റെ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു സിറ്റി എന്ന് പറയാനായിട്ട്. ഇത് എനിക്ക് തോന്നുന്നു പബ്ബോ റെസ്റ്റോറൻറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മൾ നടന്നു പോവാണ് നമ്മുടെ മലയാളി കടയും തപ്പി. നമ്മുടെ പഴയ വീടൊക്കെ പോലത്തെ സംഭവങ്ങളാണ് കേട്ടോ. പഴയ വീടുകളാണ് പണ്ടത്തെ കണ്ടില്ലേ. ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. ഞാനങ്ങനെ തപ്പി കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ പുള്ളിക്കാരൻ ഉണ്ടോയെന്ന് തോ കേട്ടോ. മലയാളം സംസാരിക്കുന്ന വ്യക്തി ഉണ്ടോയെന്തോ. ഈ കാണുന്നത് എന്താണ് കട? ഇതല്ല, ഇതാണല്ലോ കട. ഇതാരാ? ഇതാണ് കേട്ടോ കട. പഠിക്കാൻ വേണ്ടിയാ? അല്ലല്ല, കറങ്ങാൻ വേണ്ടി. ടൂറിസ്റ്റ്. ഇവിടെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ബർഷേവയിൽ വന്നിട്ട് മലയാളി കട ഉണ്ടെന്ന് കേട്ടോ, അങ്ങനെ വന്നതാ. സഹോദരനാണോ? വളരെ സന്തോഷം. ഉള്ളത് സുഖല്ലേ? പുള്ളി പഠിക്കുവോ? ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാ. ഇല്ല എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇവിടെ എത്ര വർഷമായി? 1972 അറിയാമോ? അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. ഹലോ. അതിനുശേഷം നിങ്ങള് ഈ ഇന്ത്യൻ ജൂ, കൊച്ചിൻ ജൂ കേട്ടിട്ടുണ്ട്? കൊച്ചിൻ അതെ. ഇവിടെ ഇത് നമ്മുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങോട്ട് വരാനുള്ള ആലോചനയായിരുന്നു. ഓക്കെ. എല്ലാവരും വന്ന് ഇപ്പൊ ആകെ കൊച്ചിയിൽ ഒറ്റ ജൂവേ ഉള്ളൂ, ഒറ്റ ഒരാള്. എല്ലാരും എന്താണെന്നറിയാൻ ആരുടെയാ? കൊച്ചിയിലുള്ള അയ്യോ, പുള്ളിയുടെ പേര് പറഞ്ഞൂടാ. മുമ്പുള്ള സാറാ കോഹൻ അവര് മരിച്ചു. ഇപ്പൊ ഒരാളെ ആകെ ഉള്ളൂ. പുള്ളിയെ കാണാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അവിടെ ഈ ഒരു സിനഗോഗ് ഉണ്ട്. രണ്ടെണ്ണം. ഇവിടെ ഞങ്ങളുടെ ഫാമിലി ബർഷേവയില്. അത് മൂത്ത മകൻ എന്റെ അല്ല, എന്റെ ചേട്ടൻ. ക്രിസ്ത്യനല്ല. എന്നെക്കാട്ടി കൂടുതൽ മലയാളം പറയും. PD എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ പോലും പറയില്ല. നമ്മള് കടയെന്നാ പറയുന്നത്. PD എനിക്ക് തോന്നുന്നു മലബാറിലോട്ടാ പറയുന്നത്. ചിലപ്പോ പാട്ടും പാടും. പാട്ട് പാടും. യൂട്യൂബിന് വേണ്ടി. കുങ്കുമപ്പൂവുകൾ പൂത്തു എന്റെ തങ്കത്തിനാവിൻ താഴ്വരയിൽ, കുങ്കുമപ്പൂവുകൾ പൂത്തു. രണ്ടുപേരും അങ്ങള് പാട്ട് പാടോ? ഇത് മൂത്ത സഹോദരനാണോ? 1ാം ക്ലാസ്സിലെ പാട്ടറിയാം. 1ാം ക്ലാസ്സിലെ ഏതാ? കാക്കേ കൂടെ അതാണോ? പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി, മടിയാതോടും തീവണ്ടി, പാലം കയറും തീവണ്ടി. ഞാൻ പോലും ഇത് കേട്ടിട്ടില്ല. നമ്മള് കാക്കേ കൂടെ ആ ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എത്ര വർഷമായി ഇവിടെ? അല്ല, എത്ര വയസ്സിലാ വന്നേ? ഞാൻ വന്ന 15-ാം വയസ്സില്. 45 കൊല്ലമായി. 45 കൊല്ലമായി. ഹൈസ്കൂളിലെ പൊളിറ്റിക്സിൽ തെരഞ്ഞെടുത്ത ആളുണ്ട് ഇവിടെ. KSU അറിയാമോ? KSU SFI. KSU SFI ഒക്കെ ഇപ്പോഴും ആക്ച്വലി നിലനിൽപ്പുണ്ട്. ഇപ്പോഴും ഉണ്ട്. നാട്ടിലെ KSCക്കാരനായിരുന്നു കേട്ടോ. SFIയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. വിപ്ലവം ജയിക്കട്ടെ. എന്താണെന്ന് അറിയാം. മീനിങ് എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഇവിടെ എത്ര മലയാളികളുണ്ട്? കൊച്ചിനി ജ്യൂസ് ഓൾ ഓവർ ഇസ്രായേൽ എത്ര പേരുണ്ട്? ഇവിടെ വന്നത് 2500-3000 ആൾക്കാരാണ് വന്നത്. 12,000. ബർഷേവയിൽ എത്ര പേരുണ്ട്? 300 കൊച്ചിനി ജ്യൂസ്. ഇവിടെ ജനിച്ച ആൾക്കാരൊക്കെ വേറെ ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചു പോയി. പകുതി
എനിക്ക് നവാത്തിമിൽ ഒരാളെ അറിയാം. ആ പുള്ളിക്കാരി കൊച്ചിനിയാണ്, പക്ഷെ കല്യാണം കഴിച്ചിരിക്കുന്നത് വേറൊരാളെയാ. അങ്ങനെ അതുപോലെ കുറെ പേരെ മിക്സഡ് ആയി. ഇത്തിരി വളർന്നു വയ്ക്കില്ലോ. അപ്പൊ ഇവിടെ ഈ ആൾക്കാരൊക്കെ വന്നപ്പോ നമ്മൾ പറയാൻ മലയാളം പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എല്ലാം ഇവിടെ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന ആന്റിമാരൊക്കെ വന്ന് സാധനം വാങ്ങാറുണ്ട്. 2 ആന്റിമാർ ഇവിടെ വന്ന് സാധനം വാങ്ങാറുണ്ട്. ആന്റി പറയാണ് നമ്മുടെ ആന്റിയുടെ ആശ്വാസം ഇവിടെ വരുമ്പോഴാണെന്ന് കേട്ടോ. വല്ലപ്പോഴും മലയാളമൊക്കെ സംസാരിക്കാം. ഇവിടെ നമ്മുടെ കേരളത്തിന്റെ സംഭവങ്ങളാണോ വിൽക്കുന്നത് കൂടുതലും? കേരളത്തിന്റെ സംഭവമുണ്ട്, മറ്റേ റെഗുലർ സംഭവങ്ങളുണ്ട്. അതെന്താ ഇത്? കരിവേപ്പില. എനിക്കറിയാം. ആ കസ്റ്റമർക്ക് ആവശ്യമുണ്ട്. ഓ, ഫ്രീ ആയിട്ട് കൊടുക്കുവാണ്. ആന്റി ഹായ് പറയുന്നോ? ആന്റി ഹായ് പറയുന്നോ? ഹായ് പറയുന്നോന്ന്? ഹായ് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. എന്തുണ്ട് വിശേഷം? എവിടെയാ നാട്ടില്? കോട്ടയം. ആന്റിയോ? എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? 17 വർഷമായി. ആന്റിയോ? 9 വർഷം. 5 വർഷം കൂടെ കഴിഞ്ഞാൽ എന്റെ വയസ്സാകും. 17 രൂപ. ഇവിടെയാണോ? എല്ലാരും നാട്ടിലാണ്. ഓക്കെ ഓക്കെ. മക്കളുടെ അടുത്തൊക്കെ ഹായ് പറഞ്ഞോ? ഞാൻ ഒറ്റയ്ക്കാ. മാഹീൻ. എത്ര ദിവസം ഉണ്ടാവും? ഞാൻ ഇവിടെ ഇന്നിപ്പോ വന്നു, നാളെ പോവും. ഇന്ന് ഇവിടെ അതാ എന്റെ അടുത്താണോ? അങ്കിള് നാട് വിട്ടിട്ട് 8 വർഷമായി. മരിച്ചിനി. ഞാനിപ്പോ 3 ആഴ്ച മുമ്പ്. ഓക്കെ ശരി ആന്റി, കാണാം കേട്ടോ. ശരി, കാണാം കേട്ടോ. ഓക്കെ. ഇന്ത്യൻ റൂം കൊള്ളാലോ. ഇതൊക്കെ എവിടെ കൊണ്ടുവരുന്നേ? ഇവിടെ വളർത്തുവാണ്. അങ്കിളുടെ ഫാമാണോ അതോ? പിച്ചങ്ങ. അപ്പൊ അങ്കിള് കേരളം വിട്ടെങ്കിലും നാട് മിസ് ചെയ്തിട്ടില്ല. കേരളത്തിന് ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? 50 കൊല്ലം. ഈ 50 കൊല്ലത്തിന്റെ ഇടയിൽ നാട്ടിലോട്ട് പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം പോയി. എത്ര വർഷങ്ങൾക്ക് മുന്നെയാ? 30 കൊല്ലം. അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ വീട്ടിൽ വരണം. ഓക്കെ. തിരുവനന്തപുരം. ഞങ്ങളെവിടെയാ? പറവൂർ കൊല്ലം. ഓ, ആ പറവൂർ. നോർത്ത് പറവൂർ. ആ പറവൂർ. ഞാൻ വിചാരിച്ചു കൊല്ലം പറവൂർന്ന്. ഓക്കെ. സൗത്ത്. കൊള്ളാം. ഇതാണ് കേട്ടോ ഇന്ത്യൻ റൂം. ഇതാണ്ടേ. Bro, you are welcome. How are you feeling? I'm feeling good. I feel like I'm in another country now. Yeah. I'm in India. ഇവിടെ നമ്മുടെ ഇന്ത്യൻ റൂം. അവിടെ നമ്മുടെ ബേൽപൂരി, നമ്മുടെ ഉത്തരേന്ത്യൻ സാധനങ്ങള്, സൗരി, ദോശപ്പൊടി. ഇസ്രായേലിലെ ഒരു കടയിലാണ് കേട്ടോ നമ്മുടെ ദോശപ്പൊടി, റൈസ്, എന്തൊക്കെ വേണം. ബ്രൗൺ റൈസ് സ്റ്റിക്ക്, കൊറേ സംഭവങ്ങളുണ്ടല്ലോ. പോഹ നമ്മുടെ ഗുജറാത്തിലൊക്കെ ആളുകൾ കഴിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ കൂടുതൽ. കൊള്ളാം കേട്ടോ. നമ്മുടെ സോയാബീന്, മഹാരാജ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാ? ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് അല്ലേ? മഹാരാജ. ഓ, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്നത്. പക്ഷെ ഇതില് ഇത് എഴുതിയിരിക്കുന്നു. ഓ, അവിടെ നിന്ന് ലേബിൾ അടിച്ചുകൊണ്ട് വരുന്നതാണ്. കൊള്ളാം കേട്ടോ. ഇവിടെ നമ്മുടെ മീറ്റ് മസാല ഐറ്റംസ്. എല്ലാ മലയാളികളും ഇവിടെ വരും എന്റെ വീഡിയോ കണ്ടിട്ട് കേട്ടോ. ശർക്കര. നെയ്യ്, അമൂലിന്റെ നെയ്യ്, ഇന്ത്യൻ പ്രോഡക്റ്റ്. ഓ, എല്ലാം ഉണ്ട്. നമുക്ക് അത്യാവശ്യം അരിപ്പൊടി, പപ്പടം. മലയാളികൾ അപ്പൊ സാധനം വാങ്ങാൻ വരാറുണ്ടല്ലേ? കൂടുതൽ അവരെന്താ വാങ്ങുന്നത്? അവരുടെ ഐറ്റംസ്. അവർക്ക് അരി, ഈ ശർക്കര, അങ്ങനെയുള്ള ഐറ്റംസ്. ഇവിടെ മലയാളികൾ എത്ര പേരുണ്ടാവും ഇങ്ങനെ വർക്ക് ചെയ്യുന്നവര്? കണ്ടവാനുണ്ട്. ഫ്യൂ ഹൺഡ്രഡ്. കോക്കനട്ട് ലിക്വിഡ്. വെളിച്ചെണ്ണ. ഓ, ഇവിടെ വെളിച്ചെണ്ണ. ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. കൊള്ളാമല്ലോ. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. എന്താ
വെളിച്ചെണ്ണ ഉണ്ട്, ഇതുണ്ട് തേങ്ങയുടെ മിക്സ്, തേങ്ങയുടെ ജ്യൂസ്, തേങ്ങാപ്പാല്, കരിക്കിന്റെ വെള്ളം, കരിക്കിന്റെ വെള്ളം, ഓ എല്ലാം ഉണ്ട്. കരിക്കിനുണ്ട്, കപ്പയുണ്ട്, ഇഞ്ചിയുണ്ട്, തീച്ചങ്ങയുണ്ട്, ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ. അതാണ് ഇവിടെ പിന്നെ സ്പൈസസ്, മുളകുണ്ട്, വെണ്ടയ്ക്കുണ്ട്, എന്തെല്ലാം വേണം അതെല്ലാം ഉണ്ട് കേട്ടോ. ഓ അതാണ് നമ്മുടെ കരിക്കിൻ ജ്യൂസ്. കരിക്കിൻ ജ്യൂസിനും 300 രൂപ ഉണ്ടല്ലേ? 300-320 രൂപ ഉണ്ട് നാട്ടിലെ. 16 ഷെക്കല് 320 രൂപ അടുപ്പിച്ചുണ്ട് കേട്ടോ നാട്ടിലെ. ഇവിടെ 15 ഇതുണ്ടെങ്കിൽ അതിന്റെ സാലറി ഇവിടെ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിന്റെ സാലറി കിട്ടൂല. അതാണ് വേറൊരു കാര്യം എന്ന് പറയാനായിട്ട്. വരുന്നതിന് മുമ്പ് അങ്കിള് ഇവിടെ ഒറ്റയ്ക്ക് വന്നു. ഏത് വർഷത്തിലാ? 1976. അതിനുശേഷമാണ് ബാക്കി എല്ലാരും വന്നത്. 2 ചേട്ടന്മാരെ നാട്ടിൽ മുമ്പ് വന്നിട്ടുണ്ടാണ്. 2 ചേട്ടന്മാര്. അയാളും ഓ ഒരാളത്, പിന്നെ ഒരു ചേട്ടൻ അമേരിക്കയിലുണ്ട്. അമേരിക്കയിലെ അയാളും 1973 അവർ വന്നു. അപ്പൊ ആദ്യം ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ താമസിക്കാനൊക്കെ പറ്റി? സ്ഥലവും വീടൊക്കെ തന്നായിരുന്നോ? ഞാന് ഇവിടെ ഞങ്ങളെ സ്വന്തക്കാരുണ്ടായിരുന്നു, ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തക്കാര് അപ്പന്റെ ചേട്ടൻ. ഓ ഇവിടെ ജെറുസലേമില്. ഓ അവിടെ പാർത്ത് കുറച്ച് എന്നിട്ട് അവിടുന്ന് പഠിക്കുന്ന സമയം ഹൈഫയില് 4 കൊല്ലം അവിടെ ആയിരുന്നു. ഓക്കെ. 4 കൊല്ലം കഴിഞ്ഞപ്പോ വീട്ടുകാർ വന്നു. വീട്ടുകാരെല്ലാരും വന്നു. 1980 വീട്ടുകാർ വന്നു. അപ്പൊ അങ്ങോട്ട് അന്നോട്ട് ബർഷവേല. എങ്ങനെ ഉണ്ടായിരുന്നു നാട്? പുതിയൊരു നാട്ടിലേക്ക് വന്നപ്പോൾ ഉള്ള അനുഭവം? ആദ്യമായിട്ട് വരുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടും. ഇതില്ലല്ലോ, ഭാഷയില്ല, പിന്നെ ഭക്ഷണമൊക്കെ ഇത്തിരി 3-4 മാസം ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഭാഷ എങ്ങനെ പഠിച്ചു? ഹിബ്രു എങ്ങനെ പഠിച്ചു? ഹിബ്രുവിടെ ഉൽപ്പാൻ എന്ന് പറയും. ഉൽപ്പാനിലെ അവിടെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി പഠിച്ചു. അവിടെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റും? ഫ്രീ ആയിട്ട്. ഓക്കെ. സ്കൂളിൽ തന്നെ, സ്കൂളില് പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ആൾക്കാരുണ്ടാണ്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കും. അങ്ങനെ പഠിച്ചു. കേരളത്തില് പോയോ? പോയി. എന്നിട്ട് പട്ടാളത്തിൽ പോയി. 18 വയസ്സാകുമ്പോൾ ഇവിടെ എല്ലാവരും പട്ടാളത്തിൽ പോകണം. ഓക്കെ. പട്ടാളത്തിൽ പോയി. ഇതാണ് കേട്ടോ അങ്കിളിന്റെ കട. അങ്കിളിന്റെ കട ഞാൻ പ്രൊമോട്ട് ചെയ്യുവാണ് കേട്ടോ. ഒരു പാട്ടും കൂടി ഒന്നുകൂടെ പാടിക്കോ. 1, 2, 3 പാട്ട് പാടിക്കോ. ആദ്യം പറയാനറിയില്ല. പാടിക്കോ. ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള എന്നും മലച്ചൊരി ആടുന്ന വേള ആശാസുന്ദര കൽപ്പനാ സ്വപ്നം ജീവിതയാത്ര ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള എന്നും മലർച്ചൊരി ആടുന്ന വേള. അടിപൊളി അടിപൊളി. എനിക്ക് ഒരു മലയാളം പാട്ട് കേട്ടു. ഇസ്രായേലിൽ വന്നിട്ട് മലയാളം പാട്ട് കേൾക്കണവർ ഇവിടെ വന്നാൽ മതി അല്ലേ? ഞങ്ങൾ എല്ലാവർക്കും പാടി കൊടുക്കണം കേട്ടോ. ഞാനും ലവിയുടെ ഒളിമ്പിക്സ് ഓട്ടമാണ് കേട്ടോ. റൺ ബേബി റൺ. നമ്മളൊരു ബസ് പിടിക്കാൻ വേണ്ടി ഓടുക. ഹിച്ചേക്ക് ചെയ്യുന്ന ട്രാമ്പിങ് ഇങ്ങനെയാണ് കേട്ടോ ഇവർ കാണിക്കുന്നത്. ഇങ്ങനെയല്ല കേട്ടോ സംഭവം. ഞാൻ നബാത്തിം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നതാണ്. ഇവിടെ നമ്മുടെ പണ്ട് കേരളത്തിൽ നിന്ന് വന്ന ജ്യൂസാണ്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി പോലെയാണ് കേട്ടോ, ഒരു കിബൂഷ് പോലെയാണ്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ഇവിടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. നമ്മളങ്ങനെ ലിഫ്റ്റ് അടിച്ച് നമ്മുടെ കൊച്ചിൻ, അതായത് നമ്മുടെ കൊച്ചിയിലുള്ള സിനഗോഗില്ലേ അതിൻ്റെ കറക്റ്റ് റെപ്ലിക്കയാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സിനഗോഗിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കൊച്ചിൻ കമ്മ്യൂണിറ്റി സെൻ്ററാണ്. കേട്ടില്ലേ, ഇവിടെ നമ്മുടെ ഇന്ത്യൻ ജൂയിഷ് സെൻ്റർ എന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പള്ളി. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു സിനഗോഗാണ്. നമ്മുടെ കറക്റ്റ് കൊച്ചിയിലെ സിനഗോഗിൻ്റെ റെപ്ലിക്കയാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. മാത്രമല്ല കൊച്ചിയിലെ സിനഗോഗിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. പുള്ളിക്കാരൻ പറഞ്ഞു കിപ്പ ഇട്ടിട്ട് കയറാൻ പറഞ്ഞു.
നൈസ് കിപ്പ. എന്തുണ്ട് വിശേഷം? സുഖമാണ്? സുഖം തന്നെയാണ്. എവിടെയാ സ്ഥലം? ഞാൻ ഇവിടെ കൊച്ചിയിൽ ഇപ്പം അടുത്ത് തൊട്ടേവരി എത്ര നമുക്ക് തൊട്ടേവരി ഷൂക്ക് ഷൂക്ക്. ഓ, ഇവിടെ എത്ര വർഷമായി? 1954 1954. קדל ויתקדש שמי רבה. ועלמד דיבר האחרות הם ימים מלכותיהם ויצמח ברקניהם וקרב משלהם. והיכון דום יכול וחיי בית ישראל והגרה בזמן קריב. אמן. יהיה שמי רבה מברך אליו למלמיה יתברך. וישתבח ויתפאר ויתרומם ויתנשא ויתהדר ויתעלה ויתהלה שמי קודשה. אמן. יעלה מכל הלכתה אשר אתה שפחתה ונחמת אדם אירן בעלמה ואמרו אמן. והוא רחום יכפר עוון לך אותו מחוקשתם לעוד על ידיך והיו לטטפות וחטפתם על מזוזות ביתך ואספת דגנך ותראשך ויצריך עד שיעשר ושלך אחת. ישראל בעגלה בזמן קריב יבוא കൊള്ളാം. അടിപൊളി അടിപൊളി. എല്ലാം നമ്മുടെ മലയാളം പറയുന്ന ആൾക്കാർ. നമസ്കാരം. നമസ്കാരം. മലയാളം പറയാ. ഓർമ്മ ഉണ്ട്. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഞാന് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. അവിടെ ഞാനിപ്പോ നിൽക്കുന്നത് അന്ന് പണ്ട് നമ്മുടെ കൊച്ചിയിൽ നിന്ന് 1950-നും 60-നും 70-നൊക്കെ ശേഷം നമ്മുടെ കേരളത്തിൽ നിന്ന് കുടിയേറി ഇസ്രായേലിലോട്ട് വന്ന നമ്മുടെ യഹൂദ ആളുകളുടെ കൂടെയാണ്. നമസ്കാരം. പള്ളിയുടെ കാര്യം പറയൂ. അങ്ങളൊരു പെണ്ണ് നോക്കിത്താ. ഇവിടുന്ന് തപ്പിത്തരോ? ഞാൻ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു നിങ്ങൾ കൊച്ചിക്കാരാണോന്ന് ചോദിച്ചു. കൊച്ചിൻ ജ്യൂസ് ആണോന്ന് ചോദിച്ചു. മുഖം കണ്ടപ്പോ കൊച്ചിൻ ജ്യൂസ്. അപ്പൊ അവര് പറഞ്ഞു കൊച്ചിൻ ജ്യൂസ്. പക്ഷെ അവരിവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ടോ? ഞാൻ വന്നിട്ട് എന്റെ തൊപ്പി വെച്ചില്ല. തൊപ്പി കൊണ്ടുപോണ് വന്നപ്പോ എല്ലാരും ഭയങ്കര നല്ല കമ്പനി ആട്ടോ. എല്ലാരും നമ്മ പഠിച്ചോട്ടല്ല ഇത്തിരി അവര് വർത്തമാനം മനസ്സിലാ. അതുകൊണ്ട് നമുക്ക് ഇത്തിരി മനസ്സിലാവുന്നില്ല. മനസ്സിലാവും. ഓർമ്മയില്ല. നമ്മുടെ ചോറ് വർത്തമാനം പറഞ്ഞോട്ടിരുന്നു. ഉപ്പ നിങ്ങൾക്ക് മക്കൾ ഉപ്പ നിങ്ങൾക്ക് വർത്തമാനം പറഞ്ഞു എല്ലാം എന്തിനും അടിപൊളി കേട്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ഇതിനു വേണ്ടിയാണ് ആക്ച്വലി ഇസ്രായേലിൽ വന്നപ്പോ എന്റെ ഫസ്റ്റ് ഇവരെ കണ്ടുപിടിക്കണമെന്നായിരുന്നു. അത് കണ്ടുപിടിച്ച് എന്റെ കൈ തുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാം കൊച്ചിക്കാരൻ. ഇവിടെ എല്ലാരും കൊച്ചിക്കാരൻ. നാളെ രാവിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉണ്ടാവും. നാളെ രാവിലെ. ശരി തന്നെ കാണാം. ശലോം. ചൂതാറാവാ. അവർക്ക് അറിയില്ല. അങ്കിളിനൊക്കെ അങ്കിളുടെ അമ്മയും അച്ഛനൊക്കെ പറയുന്നോണ്ട് പഠിച്ചു. പക്ഷെ അവരുടെ മക്കൾക്കൊന്നും അറിഞ്ഞുകൂടാ. സത്യം പറയാലോ ഭയങ്കര ഹാപ്പി കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാ അവര് ഭയങ്കര നല്ലവരെയാണ് കേട്ടോ എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അവരും ഭയങ്കര ഹാപ്പി. എന്താ ഈ ബാബാവും ഉമ്മാവും കൊച്ചിയിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും ഉണ്ടായില്ല. രണ്ട് കൈകൊണ്ട് എല്ലാം ഉണ്ടാക്കിയ. ഓ അങ്കിൾ എത്ര വയസ്സിലായി ഇവിടെ വന്നേ? ഞാൻ ഇവിടെ ഇവിടെയാ ജനിച്ചത്? ഓ
അമ്മയും അച്ഛനും മലയാളം പറഞ്ഞ് പറഞ്ഞ് അങ്കിള് പഠിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്കിളുടെ പേരെന്താ? നെഹേമിയ. നഹേമിയ. ഇവിടെ ആദ്യ പേര് നെഹേമിയാണ്. നാമിയമൂത്ത കൊച്ചിയിൽ നാമിയമൂത്ത ഉണ്ടായി. നാമിയമൂത്ത റബി ഗദോൾ. അത് ആ നാമിയമൂത്തയുടെ പേര് എല്ലാ ആളുകളും പേര് നെഹേമിയാണ് ആദ്യം. ഓ അങ്ങളെ ശരി, ബൈ ബൈ, കാണാം. ബൈ. സന്തോഷം. Shalom. Goodbye. ഓ ഭയങ്കര ഹാപ്പി ആയിട്ടോ. സോ ഹാപ്പി മാൻ. That's the best way that he could have gone. That was the best. That was the best he could have gone. We found a ride on the way there. Yeah. Found a ride on the way back. And we made it for Mario. Now very less people. Yeah. But thank you so much to the rabbi, you know. You're welcome. Oh, thank you. ഞാന് വീട്ടിൽ വന്നിട്ട് ഞാനിപ്പോൾ ലിഫ്റ്റ് അടിച്ച് റോഡിൽ നിന്ന് രണ്ടാമത്തെ കാറാണ് കേട്ടോ ലിഫ്റ്റ് അടിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ കേട്ടോ. അവർ വണ്ടിയൊക്കെ നിർത്തി തരുന്നു ഈസി ആയിട്ട്. എന്നെ മാളിലോട്ട് കൊണ്ടാക്കുവാണ് കേട്ടോ. പുള്ളിക്കാരൻ പോകേണ്ടത് ഇങ്ങോട്ടാണ്, പക്ഷേ പുള്ളിക്കാരൻ എന്നെ മാളിലോട്ട് കൊണ്ടാക്കുവാണ്. ഇവിടുത്തെ ഒരു മാളിലോട്ട് വന്നതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ നമ്മുടെ ബർഷേവിയിലെ ഒരു മാളാണ് കേട്ടോ, നമ്മുടെ ഗ്രാൻഡ് മാൾ എന്ന് പറയുന്ന മാള്. അതായത് ഇന്ന് ഒരു എത്യോപ്യൻ പെൺകുട്ടിയെ കണ്ടില്ലായിരുന്നു, അതായത് എത്യോപ്യൻ ജൂ, പുള്ളിക്കാരിയെ കണ്ടില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഹാങ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരിയെ കാണാൻ വേണ്ടി വന്നതാണ്. Hey, we are back. We met again. Hi. Yeah, good. How are you doing? I'm fine. Thank you so much for coming to hang out with me. Thanks for inviting. You're welcome. Yeah. അങ്ങനെ പുള്ളിക്കാരിയോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമുക്ക് കാണാം. You were in the army. Can I see? പുള്ളിക്കാരി ആർമിയിലൊക്കെ ഉണ്ടായിരുന്ന ഫോട്ടോയാണ് കേട്ടോ. വാവ്. സോ നമ്മൾ കുറേ നേരം സംസാരിച്ചു. താങ്ക്സ് ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്. വിൽ സീ യു. ഓക്കെ, അനദർ ടൈം. ബൈ ബൈ.